നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. ഈ ഞങ്ങൾ 2-3 പ്രാവശ്യം ഞാനും രാജ്മോഹൻ 2-3 ദിവസം ഇത് ചർച്ച ചെയ്താണ്. ഇന്ന് വേറെ വിഷയമൊന്നുമില്ല. അപ്പം ഞാൻ മനുജയായിട്ട് ചർച്ച ചെയ്യാനായിട്ട് എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തുള്ളതെന്ന് വെച്ചാൽ മനുജ കടുത്ത നിലപാടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് പോകണം. തീർച്ചയായിട്ടും എന്താണ് രാജിവെച്ച് പോകണം തന്നെ വാശി പിടിക്കുന്നത്? ഞാൻ ഒന്നാമത്തെ കാര്യം, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വളരെ കീനായി ഒബ്സർവ് ചെയ്തിരുന്ന ഒരാളാണ്. വളരെയധികം പ്രതീക്ഷയുള്ളൊരു നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ചകൾ മാത്രമല്ല, അഭിപ്രായ വിരുദ്ധത ഉണ്ടാവും. പക്ഷെ അതിനിടയിൽ പോലും അദ്ദേഹം എടുക്കുന്ന സ്റ്റാൻഡുകൾ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാമല്ലോ, ഒരു വർത്തമാനം പറയാൻ അറിയാവുന്ന ഒരാളോട് തോന്നുന്ന ഒരു ആരാധന, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരാൾ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളൊരു വിഷയത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന് എവിടെയോ എന്തെങ്കിലും നഷ്ടപ്പെടുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനാണ്, യുവാക്കളുടെ ഹരമാണ്, മോഡലായിരിക്കേണ്ട ഒരാളാണ്. അപ്പോൾ ഒരു വീഴ്ച സംഭവിക്കുന്നു. അപ്പോൾ അദ്ദേഹം എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അതിലേക്ക് അദ്ദേഹത്തിന് എത്താൻ സാധിച്ചില്ല, ഒരു മൂല്യച്യുതി സംഭവിച്ചു എന്നൊരു പോയിന്റിലാണ് എനിക്ക് രാഹുലിനോട് വിയോജിപ്പ് തോന്നിയത്. എന്ത് അടിസ്ഥാനത്തിലാണ് മൂല്യച്യുതി സംഭവിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം മാതൃകാപരമല്ലാതെ പെരുമാറി, അദ്ദേഹം രാജി എന്ത് അടിസ്ഥാനത്തിലാണെന്ന്? തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ടുകൾ വന്നിരുന്നു, ഓഡിയോ റെക്കോർഡുകൾ വന്നിരുന്നു. മാത്രമല്ല പാർട്ടി തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുകയാണല്ലോ, സസ്പെൻഡ് ചെയ്യുന്നു, രാജിവെപ്പിക്കുന്നു, KPCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ തള്ളി പറയുന്ന ഒരു സാഹചര്യം വരുന്നു. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട്. ഞാൻ ഈ സ്ക്രീൻഷോട്ടുകളെ ഓഡിയോ റെക്കോർഡുകളെ ഒന്നും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. പക്ഷെ കോൺഗ്രസ് എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ടൊരു പാർട്ടി നടപടി എടുത്തപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്തോ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല പെണ്ണുങ്ങളോട് അങ്ങനെ ഇൻബോക്സിൽ ചെന്ന് ചാറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഫ്ലേർട്ടിംഗ് രീതിയിൽ സംസാരിക്കുന്ന ഒരാളെ ഒന്നുമല്ല നമ്മൾ ചുമക്കേണ്ട ഒരു ബാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ പുറത്താണ് ഞാൻ അങ്ങനെ ഒരു നിലപാടെടുത്തത്. എന്നെ എയർപോർട്ട് വെച്ച് തല്ലിയെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടത്. അത് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. തല്ലി എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ തല്ലി അത് ഒരിക്കലും സാധ്യമല്ലാത്തൊരു കാര്യമാണ്. ഇപ്പം ലോകത്തെ ഏറ്റവും വലിയ ശക്തിമാൻ വന്നാലും എയർപോർട്ട് വെച്ച് തല്ലാൻ പറ്റത്തില്ല. തല്ലി അവൻ അപ്പാകത്താവും, പ്രത്യേകിച്ച് ലണ്ടനിലെ എയർപോർട്ട് വെച്ച്. പക്ഷേ അത് അവരവകാശപ്പെടുകയും അത് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നോടുള്ള വിരോധം കാരണം CPM-കാർ നടത്തുന്ന പ്രചരണമാണ് ഒരു വശം. അതേപോലെ മറ്റേത് എൻ്റെ രണ്ടാമത്തെ അനുഭവം, ഈ ഇപ്പം പരാതിയായി വന്നിരിക്കും ഹണി ഭാസ്കരനും ഞാനും തമ്മിൽ 15 കൊല്ലം മുമ്പ് ഓൺലൈൻ പരിചയമുണ്ട്, വീഡിയോ കണ്ടിട്ടു. അപ്പോൾ അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു കൊള്ളാവുന്ന ലേഖനം, ഒരു കുറിപ്പ് ഞാൻ എടുത്തു. ഇന്നാണ് അവർ എഴുത്തുകാരിയാണ്, അവർ എഴുത്തുകാരിയൊന്നുമല്ല, ഫേസ്ബുക്കിൽ എഴുതും. കൊള്ളാവുന്ന ഒരു സാധനം എടുത്ത് മറുനാട്ടിൽ കൊടുത്തു. 50,000 ഷെയറാണ് അത് കാണിച്ചത്. ടെക്നിക്കൽ ആണോ എന്ന് എനിക്കറിയത്തില്ല. 50,000. ഇപ്പം ഞാൻ ഹലോ ഹണി ഇതാ നമ്മൾ 50,000 ഷെയർ കാണിച്ചു, ഒരു 20 ലക്ഷം പേരിലും കണ്ടു കാണും, ഇത്ര ഞാൻ ഇട്ടുള്ളൂ. എൻ്റെ അറസ്റ്റ് സമയത്ത് എന്നെക്കുറിച്ച് ഭാഗ്യവശാൽ എന്നെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു ആരോപണം സ്ത്രീ വിഷയമായിട്ട് അത്ര ജാഗ്രതയോടെ ഞാൻ ഇത് കൈകാര്യം ചെയ്തുകൊണ്ട്, ഈ സ്ത്രീ വിഷയമാണ് ഒരാളെ തകർക്കാൻ പറ്റുമെന്ന് അറിയാവുന്നതുകൊണ്ട് അത്രയേറെ ജാഗ്രതയോടെയാണ് ഞാൻ കൈകാര്യം. ഈ സമയത്ത് എന്നെക്കുറിച്ച് സ്ത്രീ വിഷയം എന്ന തരത്തിൽ പ്രചരിച്ച ഒരു സ്ക്രീൻഷോട്ട് ഇതിൻ്റെ പകുതിയാണ്. ഹലോ ഹണി. ഞാൻ ഹണി ഭാസ്കർ, ഞാൻ ഏതൊരു പെണ്ണിനെ ഹണി എന്ന് വിളിച്ച് ഞാൻ പഞ്ചാരടിക്കാൻ ശ്രമിച്ചു. എന്നോട് നമ്മുടെ ദുർഗനോട് ചോദിച്ചു, എന്നാലും സാർ ഇങ്ങനെ ഞാൻ കരുതി. ഞാൻ പറഞ്ഞു എന്തുവാടി പ്രശ്നം, ഹണി എന്ന് വിളിച്ചില്ലേ? ആരെ? ഞാൻ പിന്നെ ഹണി ഭാസ്കറിനെ പാർവതി എന്ന് വിളിക്കാൻ പറ്റുമോ? ഇതാണ് CPIM. അതുകൊണ്ട് എൻ്റെ ഒരു അവസ്ഥ ഞാൻ പറയും വിഷയത്തിൽ. ഈ വിഷയം പൂർണ്ണമായും അർത്ഥത്തിൽ രാഹുലിനെ എതിർത്തിരുന്ന ഒരു സമയമുണ്ടല്ലോ. നമ്മൾ അഭിപ്രായ രൂപീകരണത്തിനായി സാറിന് ഉൾപ്പെടെയുള്ള വീഡിയോകൾ ഞാൻ ഈ വിഷയം ആദ്യം കേൾക്കുമ്പോൾ, ഇതിനു മുമ്പ് രാഹുലിനെ പൂർണ്ണമായും പിന്തുണച്ചു. ആദ്യം ഇതൊരു അന്തരീക്ഷത്തിൽ ഇതിനു മുമ്പ് ഒരു മാസം മുമ്പ് വലിയ ചർച്ചയായിരുന്നു, വിവാദമാവുന്നതിന് മുൻപ്. ആ സമയത്ത് പൂർണ്ണമായും ഞാൻ രാഹുലിനെ അനുകൂലിച്ചു. അന്ന് ഞാൻ പൂർണ്ണമായി രാഹുലിനെ അനുകൂലിച്ചു. അത് പൂർണ്ണമായി രാഹുലിനെ അനുകൂലിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ആ കഥ പ്രസിദ്ധീകരിച്ച രാജൻ ജോസഫിനോടും വടയർ സുനിലിനോടും ഒക്കെ ഞാൻ സംസാരിച്ചു. അവരുടെ ആരുടെയും കയ്യിൽ തെളിവിൻ്റെ ഒരു തരിമ്പില്ല. അന്തരീക്ഷത്തിൽ ഉയർന്നു കേട്ട കുറേ കഥകൾ അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു എന്നല്ലാതെ ഒരു ഇപ്പം എന്നോടന്ന് രാജനൊക്കെ പറഞ്ഞു ഇഷ്ടം പോലെ തെളിവ് ഞാൻ രാജൻ തരും, ഞാൻ കൊടുക്കാം, എനിക്ക് കൊടുക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടാന്ന് പറഞ്ഞു. പക്ഷേ ഇവരുടെ അറിയില്ല. അപ്പോൾ ഇതൊരു കൂട്ടായ്മയാണ്, അതുകൊണ്ട് അത് പലരുടെ അങ്ങനെ ഒഴിഞ്ഞു പോവുക ചെയ്തു. അതായത് ഈ ഊഹാപോഹം ഇയാൾക്കെതിരെയുള്ള പരക്കാൻ തന്നെ ഒരുപാട് കാലമായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് ഈ പെൺകുട്ടിയുടെ രംഗത്ത് വരുന്ന നമ്മുടെ റിനി രംഗത്ത് വന്നപ്പോഴും എൻ്റെ നിലപാട്, ആദ്യമായിട്ട് ഒരാൾ പ്രതികരിച്ചു, കുഴപ്പമില്ല. പക്ഷേ റിനിക്ക് അനുഭവം മോശമൊന്നുമില്ല. അപ്പം പിന്നെ മറ്റുള്ളവർ പറഞ്ഞു എന്നുള്ള സാധനം അത്ര ശരിയല്ല എന്ന രീതിയിലൊരു ഞാനൊരു സെമി നിലപാടാണ്. പിന്നെ ഞാൻ രാഹുലിനെ കടുത്ത ഭാഷയിൽ എതിർത്തത് ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നപ്പോഴാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി ആള് ശരിയല്ല എന്ന് പറഞ്ഞു.
അതായിരുന്നു എൻ്റെ ഒരു ശക്തമായ നിലപാട്. പിന്നെ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ വിശദമായി പഠിക്കുമ്പോൾ ഇതിൻ്റെ കോൺഗ്രസ്സുകാരുടെ ആവേശം കണ്ടപ്പോൾ ഇതിൻ്റെ പ്രചാരകർ പലരുമായി ഞാൻ ദീർഘകാലമായിട്ട് ഞാൻ ഈ വിഷയത്തിൽ വളരെ ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ട്. കാരണം എനിക്ക് CPM-കാരെ വിശ്വാസമില്ല. ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി ഏത് പരിശ്രമവും അവർ നടത്തും. തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അവർക്ക് നേരിട്ട് ഇപ്പോൾ എന്നെ നശിപ്പിക്കാൻ അവർ ശ്രമിച്ചത് SC/ST ആക്ട് എടുത്തിട്ട് എന്നെ അടിച്ചിടാനാണ് നോക്കിയത്. അത് കഴിഞ്ഞ് എനിക്കെതിരെ നിലനിൽക്കാത്ത കേസുകളെല്ലാം കൊണ്ടുവന്ന് എന്നെ അടിക്കാനാണ് നോക്കിയത്. അപ്പം ഇപ്പോൾ അവർ ശാന്തമായി നിൽക്കുന്നു. എന്നിട്ട് ഇടക്കാലത്ത് അവർ ഒരു ശ്രമം കൂടെ നടത്തി. ഇപ്പോഴും അവർ കാത്തിരിക്കുക, പ്രത്യേകിച്ച് അവസരം കാത്തിരിക്കുക. പ്രത്യേകിച്ച് ഇപ്പം ഈ പോലീസ് ആസ്ഥാനത്തെ AIG ആയിട്ട് വന്നിരിക്കുന്നത് ഞാൻ ശ്രീലമ്പടൻ വൃത്തികെട്ടോ എന്നൊക്കെ പറഞ്ഞ് എഴുതിയൊരു വിനോദ് കുമാറാണ്. പക്ഷെ അവർ ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇനി ഒരിക്കൽ കൂടി പരീക്ഷണം നടത്താൻ താല്പര്യമില്ല. അതേപോലെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മൊത്തം ക്രോണോളജി പരിശോധിക്കുക. ഞാൻ ആദ്യം ഇപ്പോഴും പറയുന്നു, എൻ്റെ ഒരു നിലപാട്, ഞാൻ ഈ പയ്യനോട് സംസാരിച്ചു, ഇന്നും ഞാൻ സംസാരിച്ചു രാഹുൽ എനിക്ക് തോന്നുന്നത് ഇന്ന് രാവിലെ കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം ആരുടെയെങ്കിലും ഒരാളുടെ ഫോൺ എടുക്കുന്നത് എൻ്റെ ആണെന്ന് തോന്നുന്നു. ആരോട് സംസാരിക്കുന്നില്ലായിരുന്നു. ഞങ്ങൾ 1 മണിക്കൂർ സംസാരിച്ചത്. ഞാൻ ഈ രാഹുലിനെതിരെ രംഗത്ത് വന്ന വനിതാ കോൺഗ്രസ് നേതാക്കൾ പലരോട് സംസാരിച്ചു. രാഹുലിനെതിരെ പറഞ്ഞ സതീശനടക്കം, രമേശ് ചെന്നിത്തല അടക്കം, ജോസഫ് വാഴക്കനടക്കം, മറ്റേ എല്ലാവരോടും ഞാൻ സംസാരിച്ചു. അപ്പോൾ അവരോടൊക്കെ എൻ്റെ കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇതിലൊന്നും തൃപ്തികരമായ മറുപടി ആരും എനിക്ക് നൽകിയിട്ടില്ല. എന്നാൽ മനുജ പറയുന്നത് പോലെ തന്നെ, ഈ നേതാക്കൾ പറയുന്ന പോലെ, ഞാൻ നേരത്തെ വിശ്വസിച്ചിരുന്ന പോലെ തന്നെ എല്ലാവരും വിശ്വസിക്കുന്നു ഇവൻ ആ കുഴപ്പക്കാരനാണ്, ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു വിശ്വാസത്തിന് പുറത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഈ വിശ്വാസം, ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്ന നിഗമനം, ഇവൻ അത്യാവശ്യം ഈ പറഞ്ഞ ഫ്ലർട്ടിങ്ങിന്റെ ആളാണ്. സ്ത്രീകളോട് ഒരു ഹായ് അയക്കുക, വീണ് പോയെങ്കിൽ ഇരിക്കട്ടെ എന്ന് കരുതുന്ന ആളാണ്. അതിനപ്പുറത്തേക്ക് ഇവൻ ഏതെങ്കിലും ഒരു സ്ത്രീയെ കയറി പിടിക്കുകയോ റേപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ സമ്മതത്തോടു കൂടിയാണല്ലോ, അവരുടെ സമ്മതത്തോടു കൂടി. അപ്പൊ അവൻ വീഴ്ത്താൻ ശ്രമിക്കുന്നത് ഒരു പൊതുപ്രവർത്തന മാതൃകയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. ഇന്ന ഒരു എക്സ്റ്റെന്റിൽ നമുക്ക് സംസാരിക്കാം. പക്ഷെ ഒരു വ്യക്തി എന്ന നിലയിൽ രാഹുൽ രാഷ്ട്രീയ പ്രവർത്തന നിലയിൽ ഓഡിറ്റ് ചെയ്യുമ്പോൾ അത് ശരിയാണ്. പക്ഷെ ഒരു സ്വതന്ത്രനായ ഒരു വ്യക്തി, ആരോടും കമ്മിറ്റ്മെന്റ്സ് ഇല്ലാത്ത ഒരാൾക്ക് സ്ത്രീകളോട് പോയി സംസാരിച്ച് അവർ ഓക്കെ ആണെങ്കിൽ അങ്ങനെ, അതെ, ആ നിലപാടാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ അതും ഈ പറയുന്നത്ര ഉണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഈ ഗ്രാവിറ്റി, അതായത് ഇവനെ ഇപ്പം എൻ്റെതായ രീതിയിൽ പല അന്വേഷണവും നടത്തി. ഉദാഹരണത്തിന് ആ ശബ്ദരേഖ, അത് അവൻ നിഷേധിച്ചിട്ടില്ല. ഏതാ പെൺകുട്ടികളുടെ സംഭാഷണം, ഞാനത് വെരിഫൈ ചെയ്തു. ഇതിൽ പറഞ്ഞ ആരോപണ വിധേയ ഒരു സ്ത്രീയുടെ ശബ്ദരേഖ തന്നെയാണ്. അത് ഞാൻ വേറെ തരത്തിൽ ഞാൻ വെരിഫൈ ചെയ്തു. ഈ കാരണം എനിക്ക് നമ്മുടേതായ രീതിയിലുള്ള ഞാൻ ശബ്ദം വരും, പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. അപ്പം ഇതൊക്കെ ആണെങ്കിലും ഞാൻ അതിനുശേഷം അയാളുടെ ആംഗിളിൽ നിന്നുകൊണ്ട് ഇതിനെല്ലാം ഒന്ന് വിലയിരുത്തി നോക്കി. നമ്മുടെ ആംഗിൾ, അതായത് പൊതുപ്രവർത്തന മാതൃകയായിരിക്കണം, പലരെ പെണ്ണുങ്ങളെ വേണ്ടി. പക്ഷെ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നോക്കുമ്പോൾ, ഉദാഹരണത്തിന് ശബ്ദരേഖയിലേക്ക് വരാം. ശബ്ദരേഖ രാഹുൽ അത് ഒറിജിനലാണോ അല്ലയോ എന്ന് ആരോടും പറഞ്ഞിട്ടില്ല, നിഷേധിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് ഇത് ചോദിച്ചില്ല. ഞാൻ അദ്ദേഹത്തെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചെങ്കിലും, കാരണം ഇത് ഒറിജിനൽ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പക്ഷെ ഞാൻ എങ്കിൽ പോലും ഞാൻ ഈ മൊത്തത്തിൽ സംസാരിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന, നമ്മൾ ആ ശബ്ദരേഖ മുഴുവൻ പരിശോധിച്ച് നോക്കുക. ഒരു ട്രോമയിലുള്ള ഒരു പെൺകുട്ടി സംസാരിക്കുന്നതിലല്ല അവൾ സംസാരിച്ചത്. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വിലയിരുത്താം. എന്ന് മാത്രമല്ല, ഇത് വാട്സാപ്പിലാണ് കോള്, ഇത് അടുത്ത് ഫോൺ വെച്ച് റെക്കോർഡ് ചെയ്തതാണ്. ഇങ്ങനെ ഒരു അവസ്ഥ, ഒന്നെങ്കിൽ ആ പെൺകുട്ടി കുഞ്ഞിനെ പ്രസവിച്ചിരിക്കണം, അല്ലെങ്കിൽ പെൺകുട്ടി ഗർഭചിത്രം നടത്തിയിരിക്കണം. രണ്ടിലൊന്നും നടത്തണം, എന്തെല്ലാം താണല്ലോ. അപ്പൊ ഈ പെൺകുട്ടി അവധിയെടുത്തിട്ടേ ഇല്ല. ഞാൻ അന്വേഷിച്ചു, ഞാൻ ഈ പെൺകുട്ടി, ഈ പറയുന്ന പെൺകുട്ടി, ശബ്ദം ഞാൻ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ പെൺകുട്ടി അവധിയെടുത്തിട്ടേ ഇല്ല. ഈ പെൺകുട്ടി അവരുടെ സഹപ്രവർത്തകരോട് തറപ്പിച്ച് പറയുന്നു, അത് ഞാനല്ല, ഞാനുമായിട്ട് അയാൾ പരിചയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ബന്ധമില്ല എന്ന് പറയുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഞാൻ മനസ്സിലാക്കിയത് എന്താണ്? ഇത് ആ പെൺകുട്ടിയുടെ ശബ്ദം തന്നെയാണ്. ഈ പെൺകുട്ടി അവധിയെടുത്തിട്ടില്ല, ഈ പെൺകുട്ടി ആരോടും സമ്മതിക്കുന്നില്ല. അതിൽ നിന്നർത്ഥം ഈ പെൺകുട്ടിയുമായൊക്കെ ഒരു ബന്ധം ഉണ്ടായിരുന്നിരിക്കാം. ആ ബന്ധത്തിന് ഒരു സ്റ്റേജിൽ ആ പെൺകുട്ടി ഇയാളെ ബ്ലാക്ക് മെയിൽ ചെയ്തിരിക്കാം. അതായത് എനിക്ക് കുഞ്ഞുണ്ടായി എന്ന് പറഞ്ഞ് ഇയാളുടെ ആ ഒരു നേതാവ് എന്ന നിലയിൽ അയാൾ എത്തപ്പെടുന്ന ഒരു ശൂന്യതയിലേക്ക് നയിച്ചിട്ട് ഈ സാധനം ബോധപൂർവ്വം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കാം, പിന്നീട് ഒരു പക്ഷേ ഉപയോഗിക്കാം. ഇതായിരിക്കാൻ സംഭവിച്ചത് ഞാൻ വിശ്വസിക്കുന്നത്.
പക്ഷെ അതിനകത്തൊരു പ്രശ്നമില്ലേ സാർ, അതായത് ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു ഘട്ടമുണ്ടല്ലോ, അപ്പോൾ ആ വിശ്വാസം പോയി മറ്റാർക്കെങ്കിലും ഉപയോഗിക്കാൻ കൊടുക്കാൻ വേണ്ടി, ഇപ്പം വാട്സപ്പിലാണ് വിളിച്ചതെന്ന് പറയുന്നു, മറ്റൊരു ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തക്ക സമയത്ത് ഇറക്കി വിടുന്ന സമയത്ത് സ്വന്തം, ഇപ്പോൾ സാറിന് ആളെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പല ആളുകൾക്കും പറ്റിയിട്ടുണ്ടാകും, അപ്പൊ സ്വന്തമായി ഉണ്ടാകുന്ന ഒരു ഇമേജിൽ വരുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ രാഹുൽ ഇത് കണ്ടെത്തുമെന്നുള്ള ഒരു വിചാരം, അതൊക്കെ ഉണ്ടാവാൻ സാധ്യതകളില്ല. അത് ഞാൻ മനസ്സിലാക്കി. അതും ഈ പെൺകുട്ടി പബ്ലിസൈസ് ചെയ്തല്ല. ഇത് അവര് ഇതിന്റെ അതിന്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചന ഉണ്ട്. ആ ഗൂഢാലോചനയ്ക്ക് വരുമ്പോൾ ഇത് മനസ്സിലാവും. അപ്പൊ ചിലർക്ക് കൈമാറിയതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ശബ്ദരേഖയുണ്ട്, ഇത് പുറത്തുവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഞാൻ ഒരുപക്ഷെ മനജി എൻ്റെ അടുത്ത സുഹൃത്താണെങ്കിൽ മനജിയൊക്കെ എനിക്കിത് കൺസൾട്ട് ഞാൻ മനജിക്ക് തന്നെന്ന് വരാം, അന്ന് കേൾക്കൂ ഇതാണ്. അങ്ങനെ സംഭവിച്ചു. ഈ പെങ്കൊച്ച് അറിഞ്ഞുകൊണ്ട് വെളിവിട്ടതല്ല. പക്ഷെ അവധി ഘട്ടത്തിൽ വലിയൊരു നുണയല്ലേ അത്? ഈ ഗർഭചിത്രം നടത്താൻ രാഹുൽ നിർബന്ധിക്കുന്നതായാണ് ഓഡിയോ ഉള്ളത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഗർഭം ധരിച്ചിട്ടില്ല, അല്ലെങ്കിൽ പ്രസവിച്ചിട്ടുണ്ട്, ഇതിൽ രണ്ടിലും ഓപ്ഷൻ രണ്ടും നടന്നിട്ടില്ല. അപ്പോൾ പിന്നെ അതൊരു വലിയ നുണയല്ലേ? അപ്പൊ ഇത് കൃത്യമായ ഒരു അജണ്ടയുണ്ട്, കൃത്യമായ ഒരു ഗൂഢാലോചന പിന്നിലുണ്ട്. ഇതിവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടല്ലോ വെച്ചാൽ, ഇവിടെയാണ് ഞാൻ ഇപ്പോൾ ഈ ഗൂഢാലോചന ഞാൻ പറഞ്ഞ ഞാൻ അയാളെ ന്യായീകരിക്കാൻ ഇതിന്റെ അകത്ത് ഞാൻ ഇവരോടെല്ലാം സംസാരിക്കുകയും പല സാഹചര്യങ്ങൾ വിലയിരുത്തുകയും വിദഗ്ധരോട് ചോദിക്കുകയും മുതിർന്ന പോലും ഓഫീസർമാർ ചോദിക്കുകയും ചെയ്തു. ഇതിൻ്റെ അകത്ത് തന്നെ വെച്ചാൽ CPM-ന് പിണറായി വിജയൻ കൊണ്ടുവന്നിരിക്കുന്ന രാഷ്ട്രീയമാണ് CPM-ൻ്റെത്. ഇതിൻ്റെ അകത്ത് ചതിയും വഞ്ചനയും കൊലയും കൊലപാതകവും അടിച്ചമർത്തലും സോഷ്യൽ മീഡിയ എല്ലാം ചേർന്നു ഒരു മാസ് ഹിസ്റ്റീരിയാണ്, ഒരു സാധനമാണ്. അതിൽ അവരിപ്പോൾ എന്നോട് അവരെടുത്തിരിക്കുന്നത് ഒരു ഇഗ്നോർ ചെയ്യുക എന്നുള്ള രീതിയാണ്. അപ്പോൾ അവർക്ക് ഇത് ചുമ്മാ അവനെന്താ സംഖ്യയാണ് കുങ്കിയാണെന്ന് പറഞ്ഞപ്പോൾ അതായിട്ട്. പക്ഷെ ഒരു ലീഡർ എന്ന നിലയിൽ ഒരാൾ, ആ സമയം ഞാനിപ്പോൾ എന്നെ വേട്ടയാടി, ഇപ്പം ഞാനൊരു കാര്യം തുള്ളത് പറയാം, ഈ കൂട്ടത്തിൽ പറയാം, എന്നെ അവർ വേട്ടയാടി എന്നെ ഈ പണി ചെയ്യിപ്പിക്കാൻ സമ്മതിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ അവർക്ക് കൂടുതൽ ദോഷമായേനെ. കാരണം ഞാൻ പിന്നെ ചെയ്യാൻ പോകുന്ന അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാനും പൊതുപ്രവർത്തനമാകുമായിരുന്നു. ഞാൻ പൊതുപ്രവർത്തകനായി വക്കീലായി പ്രാക്ടീസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇവരുടെയൊക്കെ അങ്ങ് കുടുംബം വെളുപ്പിക്കുന്നതിന് പിന്നാലെ നടന്നേനെ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു നിലപാടെടുക്കുക, ആ നിലപാടിൻ്റെ പേരിൽ എന്നെ അത് അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്നെ നോക്കാൻ മേലുകേട് നോക്കണ്ടല്ലോ. ഇവരുടെ ഒരു വിചാരിക്കണ ഒരു വ്യക്തി ഇറങ്ങി പുറപ്പെട്ടാൽ ഈ പൊതുപ്രവർത്തകരുടെയൊക്കെ അടിവേര് മാന്താൻ പറ്റും. കാരണം ഇവർക്കെല്ലാം അഴിമതി, പെണ്ണുപിടി, തട്ടിപ്പ്, വെട്ടിപ്പ്, ഉടായ്പകളെ, കള്ളത്തരങ്ങളെ, കാപട്യങ്ങളെ ഇതെല്ലാം കാതിയിട്ടിരിക്കുന്നതാണ്. ഇതെല്ലാവർക്കും ഉണ്ട്. ഇവരൊരാളെ കെട്ടിപ്പിടിക്കുന്നതും ഇപ്പം നമ്മൾ ഒരാൾക്ക് കൈ കൊടുക്കുന്നതും ഇത് കഴിഞ്ഞാൽ അവർ പോയി കുളിക്കുന്ന ആളുകളാണ്. അതായത് എല്ലാം ഉള്ളിലുള്ള പേഴ്സണൽ സംഭാഷണം ഇത് മുഴുവൻ നമ്മൾ ഒരാൾ പിറകെ അങ്ങ് നടന്നാൽ ഒരുത്തനെ തൊലി കാണിച്ച് ഒരു പാടുമില്ല. അപ്പോൾ ഇവർ നിലനിൽക്കുന്ന ഒരു എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഇവരെല്ലാം തമ്മിൽ ഒരു എക്സ്റ്റെൻഡ് വരെ പോവാം. നിങ്ങൾക്ക് ഇന്നത് വിമർശിക്കാം. ഇപ്പം ഇന്ന് രാവിലെ ഞാൻ ഒരാളുടെ സംസാരിച്ച അയാൾ പറഞ്ഞത്, ഞാനിത് നമ്മുടെ രാഹുലിനോട് സംസാരിച്ച് രാഹുൽ പറഞ്ഞൊരു പോയിന്റ്, ചേട്ടാ അതിൻ്റെ പ്രോബ്ലം അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ഒരു ദിവസം ഞാൻ 10 പരിപാടി പങ്കെടുത്ത് ഒരു പരിപാടിയിലെങ്കിലും ഒരു BJPക്ക് ഒരു പരിപാടി CPM-നും പ്രതിരോധിക്കേണ്ടി വരും, പ്രതിഷേധിക്കേണ്ടി വരും. 10 പരിപാടി. കാരണം ഇതൊരു റൊട്ടീനാണല്ലോ. ഇത്തരത്തിൽ ഈ പറയുന്ന ഒരു കാപട്യത്തിൻ്റെ ഒരു ഭയങ്കര ഭാഗമാണ്. അപ്പം നമ്മൾ എന്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിലേക്ക് വന്നത്? ഗൂഢാലോചന. അപ്പം ഈ CPM-ന് സഹിക്കാൻ കഴിയാത്ത ഒരു ക്യാരക്ടറാണ് ഇയാളുടേത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എടോ വിജയ എന്ന് ആരും വിളിക്കത്തില്ല. തൻ്റെ മകളുടെ കാര്യം താൻ പറയത്തില്ല. ഇവൻ അങ്ങനെ തറപ്പിച്ച് പറയാൻ കഴിയുന്ന വളരെ അപൂർവം ആളുകളേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഇപ്പം VD സതീശനൊക്കെ വികാരം കൊണ്ട് പൊട്ടിത്തെറിക്കും. എവിടെയെങ്കിലും VD സതീശന് വാക്ക് അതിർത്തി കിടന്ന അപ്പം പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് മാന്യതയുണ്ട് അതിൽ കിടന്ന കാണിച്ചു പറഞ്ഞ് വരട്ടും കാണാറുണ്ടോ? പിന്നെ VD സതീശൻ പുറകോട്ട് പോകുന്ന കണ്ടിട്ടുള്ളത്. അതെച്ചാൽ ഇവരെല്ലാം തമ്മിലുള്ള ഒരു അകലമിട്ടുള്ള വിമർശനമേ ഉള്ളൂ. അതിര് മുറിക്കുക. ഈ അതിര് മുറിക്കുന്നവർക്ക് എന്നോടുള്ള വിരോധം അതാണ്. അതിര് മുറിക്കുന്നവർക്ക് ഇഷ്ടമല്ല. അവർക്ക് ആവശ്യമുള്ളവർക്ക് നമ്മൾ ബഹുമാനം കൊടുക്കുകയുള്ളൂ. അപ്പം ഈ ചെറുക്കൻ ഇവൻ CPM ചാനൽ ചർച്ചയിലേക്ക് പങ്കെടുക്കും, ഒരാൾക്ക് പിടിച്ചേക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ ഒരാൾ വാഴാൻ ഇവർ അനുവദിക്കത്തില്ല. അപ്പൊ ഇവർ ദീർഘകാലമായി ഇവന്റെ ഭാവി ഇല്ലാതാക്കാനും ഗൂഢാലോചന നടന്നു. ഈ ഗൂഢാലോചനയിലേക്ക് എന്ത് സംഭവിച്ചു? കോൺഗ്രസിൽ ഇവനുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ഗ്രൂപ്പിനപ്പുറത്തേക്ക് ഈ കോൺഗ്രസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പൊ ഈ യുവാക്കളുടെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ്. അതിൽ തന്നെ ഷാഫിയാണ് ഏറ്റവും പവർഫുൾ. ഷാഫി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക എന്താ പറയുന്ന ഒരു പ്രത്യേക ഒരു ജനുസാണ്.
ഷാഫിയുടെ ഒരു സ്വീകാര്യത എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഇന്ന് രാവിലെ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞ് ശ്രദ്ധിച്ചു, അതായത് ഒരിക്കൽ പോലും മുസ്ലിം രാഷ്ട്രീയം പറയാതെ മുസ്ലിം ജനതയുടെ മുഴുവൻ ഹീറോയായി മാറാൻ ഇയാൾക്ക് മാത്രമേ പറ്റുള്ളൂ. സെക്കുലർ സ്പേസ് മറുവശത്ത് നിലനിർത്തുന്നു. അതേസമയം മുസ്ലിം ലീഡർ, ഏറ്റവും വലിയ മുസ്ലിം ലീഡർ എന്ന ഫീല് മുസ്ലിം ബഹുജനതയ്ക്കുണ്ട്. ഇത് ഷാഫിക്ക് മാത്രമേ പറ്റുള്ളൂ. എന്നിട്ട് ഷാഫി എന്ന് പറയുന്ന ആളുടെ ഈ വളർച്ച എന്ന് പറയുന്നത് ആർക്കും തടയാൻ പറ്റത്തില്ല. മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള പോക്കാണ്. കേരള ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിമാരെ ഒരാളാകാൻ പോകുന്ന ഷാഫി ആയിരിക്കും. കാരണം നോബഡി ക്യാൻ സ്റ്റോപ്പ് ഇറ്റ്. ഈ ആ വീറ് നമ്മൾ ഇന്നലെ കണ്ടല്ലോ. അത് ഇതൊന്നും മാത്രമല്ല, ഞാൻ പറഞ്ഞ ഷാഫിയുടെ CPM വളരെ ജാഗ്രതയോടെ ഷാഫിയുടെ പെരുമാറുന്നത്. അതേസമയം മുമ്പ് സൂചിപ്പിച്ച മാതിരി ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ പോലെ അതിര് വിട്ടൊന്നും പറയാറുമില്ല. ഇന്നേ വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ പോലോ അല്ലെങ്കിൽ മാത്യു കുഴനാട് പറഞ്ഞ പോലെ പിണറായി അങ്ങനെ വെല്ലുവിളിക്കാറില്ല. പക്ഷേ ഷാഫിക്ക് ഉണ്ടാകുന്ന ഒരു വീരപരിവേഷം, ഷാഫിക്ക് ഉണ്ടാകുന്ന ഒരു സ്വീകാര്യത പറഞ്ഞാൽ നമ്മൾ അത് ഇൻബോൺ ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഒരു ഞാൻ പറഞ്ഞ അപൂർവങ്ങളിൽ ജനിക്കുന്ന ഒരു അപൂർവ ലീഡറാണ്. അപ്പൊ ഇത് കോൺഗ്രസിനകത്ത് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. എ ഗ്രൂപ്പിനും ഐ ഗ്രൂപ്പിനും അപ്പുറത്തേക്ക് കോൺഗ്രസിനകത്ത് ഒരുപാട് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഷാഫി സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ പവർഫുൾ ആയി കഴിയുമ്പം അവരുടെ പേഴ്സണലായിട്ടുള്ള ചില താല്പര്യങ്ങൾ സംരക്ഷിക്കും. അത് ഈ മനുഷ്യന് പൂർണ്ണമായി ജനാധിപത്യമോ പൂർണ്ണമായി നീതിയോ ഒന്നും ഇവർ നോക്കത്തില്ല. ഷാഫിയും അത് ചെയ്തു. ഷാഫി രാഹുൽ മാങ്കുട്ടത്തിനെ വളർത്തിക്കൊണ്ട് വന്നത് സീനിയോറിറ്റി നോക്കിയാലല്ല. നമ്മൾ ശ്രദ്ധിക്കും, ഇയാളൊരു പ്രാദേശിക നേതാവായിരുന്നു. KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഒരു ദിവസം ഇരുന്നു, ഒരു ദിവസം, അന്ന് രാത്രി തന്നെ അത് മരവിപ്പിച്ചു. ഇതായിരുന്നു അങ്ങേരുടെ പാരമ്പര്യം. പക്ഷെ ഷാഫിയെ പരിചയപ്പെടുന്നു, ഷാഫിയായിട്ട് അടുപ്പമാവുന്നതോടുകൂടി രാഹുൽ മാങ്കുട്ടത്തിന് പൊട്ടൻഷ്യൽ ഷാഫിക്ക് പിടികിട്ടുന്നു, വത്സല ശിഷ്യനായി സ്വീകരിക്കുന്നു. പിന്നീട് KM അഭിജിത്ത് ഡൽഹിയിൽ നാഷണൽ NSUവിൻ്റെ നാഷണൽ ജനറൽ സെക്രട്ടറി ആകുന്ന സമയത്ത് ആക്കുന്ന ഇവനെയാണ്. അതാണ് അവന്റെ ഒരു ഒറ്റ വരവാണ്. അതായത് ജില്ലാ പ്രസിഡന്റ് പോലും ആവാതിരുന്ന നേരെ NSU ജനറൽ സെക്രട്ടറി ആക്കാണ്. പിന്നെ അവൻ അടുത്തത് ഏതാണ്, യൂത്ത് കോൺഗ്രസിന് ഷാഫി ഇറങ്ങിയ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്നു, MLA. ഈ ഒരു വലിയ വളർച്ച യൂത്ത് കോൺഗ്രസിൻ്റെ അകത്തും കോൺഗ്രസിൻ്റെ അകത്തൊക്കെ ഒരുപാട് അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നു. ഈ അസ്വസ്ഥത ശക്തമാണ്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞ ഈ രമേശ് ചെന്നിത്തലയും VD സതീശൻ തമ്മിൽ വിരോധമൊക്കെ വേറെ വശം നടപ്പുണ്ട്. ഈ ഷാഫി എന്ത് ചെയ്തു, ഉമ്മൻചാണ്ടിക്ക് ശേഷം പിടിച്ചത് സതീശനെയാണ്. അപ്പം സതീശന്റെ കൂടെയാണ്, പക്ഷെ സതീശൻ ഗ്രൂപ്പാണ് അല്ല, എല്ലാവരും സ്വീകാര്യം. പക്ഷെ സതീശനെയായിരുന്നു ചെന്നിത്തലേക്കാൾ പിന്തുണഞ്ഞു. ഇതുപയോഗിച്ച് രമേശ് ചെന്നിത്തല രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് സതീശൻ ചാടി വെട്ടിയതും. കാരണം പെട്ടെന്ന് സതീശന് ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആണ്. ഇതെനിക്കിട്ട് പണിയാവുമല്ലോ എന്ന് കരുതി സതീശനെ, അത് വേറെ ബിൽഡ്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഈ കഴിഞ്ഞ കുറേ കാലമായി സംഭവിച്ചൊരു ഗൂഢാലോചന. CPM വളരെ ചെറിയ, അതായത് നമ്മൾ ഈ സ്ലോ പോയിസൺ കൊടുത്ത് CPM ഈ രാഹുലിനെ അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഇവർ പലരെയും പലതും ഇറക്കി. അപ്പം അന്നു മതി ഇപ്പം ഈ രാഹുൽ ഒരു പെണ്ണുപിടിയനാണ് എന്നുള്ള ഒരു വർത്തമാനം, ഈ വർത്തമാനത്തിന് ഒരുപാട് കാലത്തെ ഇയാൾ ഈ MLA ആവുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയതാണ്. ശ്രദ്ധിക്കണേ, ഇവർ പല കേസെടുത്തിട്ടുണ്ട്. ഇതൊരു എന്താണ് ഒരു എന്തൊരു മർമ്മരം ഇങ്ങനെ പറഞ്ഞു വരുന്ന ഒരു ക്യാമ്പയിനാണ്. ഇപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പം ഞാനൊരു പെണ്ണുപിടിയനാണ് എന്ന് ഇവിടെ ആരെങ്കിലും ഒരാൾ പറയാന്ന് കരുതുക, മറ്റൊരാൾ പറഞ്ഞു, അങ്ങനെ എല്ലാവരും പരത്തും. ഇത് CPMന്റെ ഒരു സ്ട്രാറ്റജിയാണ്. അപ്പം ഇതിന് സത്യം പോലെ അങ്ങനെയാണ് CPM ആക്കിയെടുത്തത്. അപ്പം ഇപ്പം അങ്ങനെ ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ ഫോൺ വിളിച്ചു. ഇവൻ ഇപ്പോഴല്ല, ഒരു 5-6 മാസം മുമ്പ് എന്നെ രാഹുൽ മാങ്കുട്ടത്തിൽ ഫോൺ വിളിക്കുന്നു ഒരു ചെറിയ കാര്യത്തിന്. 5-6 അതിൻ്റെ കൊമ്പ ഒരു കൊല്ലമായി കാണും. അപ്പം എന്നെ ഫോൺ വിളിച്ച് ഞാൻ എടുക്കാൻ പറ്റില്ല, ഞാൻ ലൂസ് സ്റ്റോക്ക് അങ്ങനെ ഇരിക്കായിരുന്നു. അപ്പം എനിക്ക് പരിചയമുള്ള ഒരാൾ എൻ്റെ ഫോൺ എടുക്കുന്നു. ഫോൺ എടുത്ത് സംസാരിച്ചു, കാര്യം പറഞ്ഞു വെച്ചു. അത് 3 തവണ ഇങ്ങോട്ട് വിളിച്ചു അയാൾ. എൻ്റെ പരിചയമുള്ള ആൾ തന്നെയാണ് സംസാരിച്ചത്. അപ്പം അതൊന്നും എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. രാഹുൽ മാങ്കുട്ടത്തിൽ വിളിച്ചിരുന്നു എന്ന് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. ഈ വിവാദം ഉണ്ടായപ്പോൾ എന്നോട് പറയാം, എന്നെ ഒന്ന് അടുപ്പിച്ച് 3 തവണ വിളിച്ചു. അപ്പൊ പെൺശബ്ദം കേട്ടതുകൊണ്ടായിരിക്കും. മനസ്സിലായി. ഈ എൻ്റെ ഫോൺ എടുത്ത ആളിനോട് പറയാണ്. അതാണ് ഈ ഈ ആരോപണം അടിച്ചേൽപ്പിച്ചാൽ ഉണ്ടാവുന്ന ഒരു ഇമ്പാക്ട്, ഒരു ഭീതി ഉണ്ടാവുന്നു. അപ്പൊ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി എനിക്ക് ചാറ്റിട്ട ഉടനെ ഇയാൾ എനിക്ക് ചാറ്റിട്ട് ഇതിനാന്ന് തോന്നണം. ഇതുണ്ടാക്കിയതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഞാൻ കണ്ടെത്തിയൊരു ഗൂഢാലോചന, താര ടോജോ അലക്സ് പറഞ്ഞൊരു യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവുണ്ട്. വളരെ ആക്റ്റീവാണ്, അത്യാവശ്യം സാമ്പത്തിക പശ്ചാത്തലമുള്ള ആളാണ്. ഗൾഫിലാണ് പഠിച്ച് വളർന്നത്, നാട്ടിൽ വന്നു. ഇപ്പം എനിക്കൊന്ന് ജോലിയൊന്നും ആയില്ലെന്ന് തോന്നുന്നു. ഭയങ്കര ആക്റ്റീവ് സൈബർ
പോരാളിയാണ്, സൈബർ പോരാളിയാണ്. അപ്പം പദവി ഒന്നുമില്ല, പക്ഷെ കോൺഗ്രസ് സർക്കിളിൽ നല്ല സ്വീകാര്യതയുണ്ട്, മിടുക്കിയാണ്, എന്താ പറയുക, നമുക്കൊരു ബഹുമാനം തോന്നുന്ന ക്യാരക്ടറുള്ള ആളാണ്. ഈ താര ഇതിൻ്റെ അകത്ത് ഈ ഗൂഢാലോചന പങ്കാളിയായിട്ടുണ്ടോ എന്നൊരു സംശയം. എന്തിനെ എന്ന ചോദ്യം ഞാനിത് അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടാത്ത 2 ചോദ്യങ്ങൾ ഉത്തരം കിട്ടാത്തുള്ളൂ. 2 ചോദ്യങ്ങൾ. ഒന്ന്, താര എന്തിനു വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടാൻ ഇറങ്ങിയെന്ന് എനിക്ക് പിടിയിട്ടിട്ടില്ല. അതുപോലെ വി ഡി സതീശനെ അച്ഛനെ പോലെ കരുതുന്ന, വി ഡി സതീശനാണ് എൻ്റെ എല്ലാം, വി ഡി സതീശനോടുള്ള ആരാധന കൊണ്ടാണ് ഞാൻ കോൺഗ്രസിലേക്ക് വന്നത് റിനി എന്തിനു വേണ്ടി ഇതിനിറങ്ങിയെന്ന് എനിക്ക് ഈ 2 എനിക്ക് പിടിയിട്ടിട്ടില്ല. ഞാൻ ഈ അന്വേഷണത്തിൽ റിനി തള്ളി പറഞ്ഞു കഴിഞ്ഞു പൂർണ്ണമായ അർത്ഥത്തിൽ, ഇനി അതേക്കുറിച്ച് സംസാരിക്കുന്ന അല്ല, ആയിക്കോട്ടെ. പക്ഷേ എൻ്റെ ചോദ്യം, നമ്മൾ റിനിയെ മനസ്സിലാക്കുമ്പോൾ റിനിയുടെ എല്ലാ സാധനങ്ങളും നോക്കുക. റിനിയെ ഏറ്റവും കൂടുതൽ ബന്ധം വി ഡി സതീശനോടാണ്. ബർത്ത്ഡേക്ക് വി ഡി സതീശൻ വന്ന് കേക്ക് മുറിക്കണമെങ്കിൽ അത്ര ബന്ധമായിരിക്കണമല്ലോ. ഇനി റിനിയുടെ ഇന്റർവ്യൂവിനകത്ത് പിതൃതുല്യനാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. പിതൃതുല്യനാണെന്ന് പറഞ്ഞു. ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നത് എന്താണ്? ഇന്റർവ്യൂകാൾ ചോദിക്കുകയാണ്, ഒരു അത്യാവശ്യം വന്ന് ആരെ വിളിക്കും? വി ഡി സതീശനെ വിളിക്കും. അടുത്ത ചോദ്യം, നിങ്ങൾ അപ്പൻ CPM കാരനാണല്ലോ, നിങ്ങൾ കോൺഗ്രസ് ആയി, അതെനിക്ക് സതീശ സാറിനോടുള്ള ആരാധന മൂത്തിട്ടായതാണ്. ഇങ്ങനെ കണക്ഷനുള്ള ഈ പെൺകുട്ടി ഈ കോൺഗ്രസിനെ പ്രതികൂട്ടിലാക്കുന്ന, സതീശനോടൊപ്പം നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടിന്റെ രംഗത്ത് വന്ന് എന്തിനാ? എനിക്ക് ആ ചോദ്യത്തിന് ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ താര, ടോജോ, അലക്സ് എന്തിനാണ് രംഗത്ത്? അതായത് ഈ പരാതിക്കാരില്ലാത്ത ഒരു അവസ്ഥയായി മാറി പെട്ടെന്ന്, അതായത് ഒരു വാക്യൂം ഉണ്ടായിരിക്കുന്നു. അപ്പൊ പിന്നെ ആർക്കാണ് ഈ പ്രശ്നം എന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. അപ്പൊ എന്തിനാണ് പ്രശ്നം? ഞാൻ ഇതിനകത്ത് താരയുടെ കാര്യം കൂടെ പറയാം. ഈ താരയാണ് കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസ് വൃത്തങ്ങളിൽ ഇവൻ ആള് മോശമാണ് എന്ന് പ്രചരിപ്പിക്കുന്നത്. ഞാൻ ഈ താരയുടെ സുഹൃത്തുക്കളായ സൈബർ വനിത, അതായത് പലതരം സൈബർ വനിത കോൺഗ്രസ്സുകാരുണ്ട്. നമ്മുടെ റിനി ഫാനി എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്, നല്ല നല്ല കക്ഷിയാണ്. പക്ഷെ പോരാളി ഷാജിയെ പോലെ തെറി പറയണം, തെറി പറയും, ഭയങ്കര അഗ്രസീവാണ്. ബിന്ദു, മഹിളാ കോൺഗ്രസിന്റെ ബിന്ദു ചന്ദ്ര, ഒരു ആറ്റിങ്ങക്കാരി, ഒരു അവൾ അങ്ങനാണ്. അവൾ നിരന്തരം വീഡിയോ ഇറക്കി ഇവരെ പരിഹസിക്കും. എന്നാൽ അതിന് വേറൊരു ലെവൽ, അതായത് അത്യാവശ്യം ഈ അലുകുലുത്തായിട്ടൊന്നും നടത്തില്ല, പോരാളി ഷാജി ആവത്തില്ല, നേരെ മറിച്ച് സ്ട്രോങ് ആയിട്ട് പറയുന്ന, നല്ല ഭാഷ ഉപയോഗിക്കുന്ന ഒരു പെൺകുട്ടികളുടെ നിരയുണ്ട്. അതിലൊരാളാണ് താര. വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന, എന്നാൽ ഭയമില്ല എന്ന് പറയുന്ന കുറെ പെൺപിള്ളേരുണ്ട്. ഞാൻ പറഞ്ഞ അതിൽ കുറെ പേർ, അതിലൊരു ബാംഗ്ലൂരിലുള്ള ഒരു സാറാ സുൽക്കുന്തയുണ്ട്, ഭയങ്കര ആക്റ്റീവാണ്. അപ്പൊ ഇവരെല്ലാം ഒരുമിച്ച് സ്ട്രോങ് ആയിട്ട് കോൺഗ്രസിന് വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. ഇവർ കഴിഞ്ഞ ഈ ഓഗസ്റ്റ് 15 ദിവസങ്ങളിൽ ഇവരെ കൊച്ചിയിൽ ഒരുമിച്ച് കൂടി. അന്ന് താരയുടെ ഫോണിലേക്ക്, അന്ന് താര ഇവിടെ വന്നിട്ട് ഇവരോട് എല്ലാം പറഞ്ഞത്. താരയാണ് പരിപാടി ഓർഗനൈസ്, താരയാണ് അതിന്റെ ഓർഗനൈസ് ചെയ്തത്. താരയാണ് ഇവരോടെല്ലാം പറഞ്ഞത്. എന്ത് മീറ്റപ്പ് ആയിരുന്നു? അല്ല, ഇവരുടെ ഒരു സൗഹൃദ കൂട്ടം, അത്രേ ഉള്ളൂ. താരയാണ് ഇവരോടെല്ലാം പറഞ്ഞത്, ഇവൻ മഹാ കുഴപ്പക്കാരനാണ്, ഇവനെ നമ്മൾ ഫൈറ്റ് ചെയ്യണം, ഗോസിപ്പ് ചർച്ചകൾ എല്ലാം അങ്ങ് പറഞ്ഞു. അപ്പൊ ഇവർക്കെല്ലാം അങ്ങനെ ഒരു തോന്നലായിരുന്നു, വീര്യം. അവരെല്ലാം ഒരുമിച്ച് നിൽക്കുവാണ്, ഇവനിങ്ങനെ എല്ലാം അവിടെ കനുപോണ്ട്, ഇവർക്ക് അനുപോണ്ട്, ഇവർക്ക് അനുപോണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും വന്നു. ഇത് കഴിഞ്ഞ് താരം വെളിയിലെടുക്കുന്ന സ്റ്റാൻഡ്, ഞങ്ങളെല്ലാം ഇരകളാണ് എന്ന രീതിയിലാണ്. ഇവരാരും ഇരകളല്ല, പക്ഷെ ഇവരോടെല്ലാം പറഞ്ഞത് ഇപ്പോൾ ഒരുപാട് ഇരകളുണ്ടെന്നാണ്. പക്ഷെ ഇവരെല്ലാം ഇരകളാണെന്ന് പറഞ്ഞാണ് ഇവർ ആശയക്കുഴപ്പമുണ്ടെന്ന് മാത്രമല്ല, ഈ പ്രേംകുമാർ എന്ന് പറഞ്ഞ CPM സൈബർ ഇടത്തിലെ വലിയ ഗൂഢാലോചകനുണ്ട്. പ്രേംകുമാർ എന്ന് അറിയായിരിക്കും, പ്രേമൻ എന്നൊക്കെ പറയുന്ന ഒരു കക്ഷിയുണ്ട്. നിരന്തരം സോഷ്യൽ മീഡിയയിൽ ഇത്തരം ചർച്ചകൾ നടന്നു. ഈ പ്രേംകുമാർ ഈ താരയെ ടെലിഫോണിൽ വിളിച്ചു ഇവരുടെ കൂട്ടായ്മക്കടയിൽ. ഇത് ഇവർ പലരും നോട്ട് ചെയ്തു. പ്രേമായിരുന്നു വാസ്തവത്തിൽ, ഈ പ്രേംകുമാർ ആയിരുന്നു വാസ്തവത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഇപ്പോൾ വന്ന സാധനങ്ങളുടെ പുറത്ത് CPM സ്ത്രീകളെല്ലാം അപമാനിക്കപ്പെടുന്ന രീതിക്ക് CPM ക്യാമ്പയിന് നേതൃത്വം കൊടുത്ത അയാളായിരുന്നു. ഇവരെല്ലാം ഈ താരയോട് ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. താരയ്ക്ക് അനുഭവം ഉണ്ടോ? ഇല്ല. ആർക്കെങ്കിലും അനുഭവം? അപ്പൊ ഇവരെല്ലാം ഇടയ്ക്കല്ലേ എറണാകുളം കമ്മിറ്റിയിലുണ്ട് KSU വിദ്യാർത്ഥികൾക്ക് നേരെ ഇങ്ങനെ ആരോപണമുണ്ടായി, അവർ രാഹുലിനെ പേടിച്ച് കമ്മിറ്റിയിൽ നിന്ന് പോയി എന്നൊരു വാർത്തകളൊക്കെ വരുന്നത്. അത് എനിക്ക് അതിലാണെന്ന് തോന്നുന്നു, മാസ്ക് വെച്ച് വന്നതാണ്. പക്ഷെ കമ്മിറ്റിക്കുള്ളിൽ തന്നെ വരിക, അവർ പിന്നെ വാർത്തയല്ലേ. ഞാൻ പറഞ്ഞ ഇതൊക്കെ സത്യമാണ്. ഞാൻ പറഞ്ഞ ഇതുവരെ വന്ന ഈ ഒരു സാധനത്തിനും ഇതുവരെ ഞാൻ പിതാവിനെയോ മാതാവിനെയോ കണ്ടിട്ടില്ല. ഈ ചാറ്റ് എന്ന് പറഞ്ഞു വരുന്ന ആരുടെ ചാറ്റാണ്? പിണറായി വിജയൻ എന്നോട് ലവ് ലെറ്റർ അടിച്ചു എന്ന് പറഞ്ഞ് സംഗീതലക്ഷ്മി എഴുതി കണ്ടായിരുന്നോ? ചെയ്തില്ലേ? ഇപ്പൊ എന്റെ പേരിൽ ഞാനും മനുജയ്ക്ക് ഞാൻ ചാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് കൊടുക്കത്തില്ലേ? വളരെ എളുപ്പമല്ലേ? പിന്നെ വളരെ. അപ്പൊ ഞാൻ ചോദിച്ചാൽ ആരെങ്കിലും ആൾ പറഞ്ഞ എന്നെ ഇതാ ചെയ്ത് ഇതാന്ന് പറഞ്ഞ് കാണിച്ചു തരട്ടെ. ഇപ്പൊ അവന്തിക വന്നു,
അവന്തികയുടെ തന്നെ അത് കള്ളത്തരം തെളിഞ്ഞല്ലോ. ട്രാൻസ്ജെൻഡേഴ്സ് തന്നെ വന്ന് ട്രാൻസ്ജെൻഡർ മാത്രമല്ല, അല്ലെങ്കിൽ തന്നെ ഇയാളെ വിളിക്കുന്നത് എന്നെ ഇങ്ങനെ ന്യൂസ് 18 നിന്ന് ഒരു കോള് വരുന്നു, ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ വിളിക്കുന്നത്. എന്നിട്ട് എന്നെ വിളിച്ച് വെളി കൊടുക്കരുതെന്ന് പറഞ്ഞതാണ് പറയുന്നത്. ഇത്തരത്തിൽ എവിടെ നിന്നെല്ലാമോ ചേർന്നുണ്ടാക്കിയ ഒരു ഗൂഢാലോചന. ഈ ഗൂഢാലോചന നേരത്തെ ഇവിടെ വന്നിരുന്നു. നേരത്തെ സോഷ്യൽ മീഡിയ നിറഞ്ഞിരുന്നു, അത് ചീറ്റിപ്പോയി. പിന്നെ ഇപ്പോൾ ആധികാരികത വരുന്ന റിനി മാത്രമാണ്. പിന്നെ ഒരു അവകാശികളില്ലാത്ത ഒരു വോയിസ് ക്ലിപ്പും. ഈ വോയിസ് ക്ലിപ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ബോധപൂർവ്വം സൃഷ്ടിച്ചാണെന്ന് വിശ്വസിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷെ ആ വോയിസ് ക്ലിപ്പിൽ ബോധ്യമാവുന്നൊരു കാര്യം, ഈ ചെറുക്കൻ പെട്ടുപോയെന്നു. അവൻ പാനിക്കായിട്ടാണ് സംസാരിച്ചത്. അത് അവനല്ലെന്ന് അവൻ പറഞ്ഞിട്ടില്ല. അതാണ് ഇതിന്റെ അവന്റെ വിശ്വാസം പോയത്. അവന് പലതും തുറന്നു പറയാൻ കഴിയാത്തതിൻ്റെയും കാര്യം അതാണ്. കാരണം ഞാൻ മനസ്സിലാക്കി. അപ്പം എന്നോട് ചോദിക്കും എന്തുകൊണ്ടാണ് ഇവൻ കേസ് കൊടുക്കാത്തത്. അപ്പം ഇവൻ കൊണ്ട് കേസ് കൊടുത്താൽ ഈ പെങ്കൊച്ചിന് തീർച്ചയായിട്ടും ഇങ്ങനൊരു സംഭാഷണം ഉണ്ടായിട്ടുണ്ടല്ലോ, പീഡിപ്പിച്ചു കേസ് കൊടുക്കാൻ സ്കോപ്പുണ്ട്. അപ്പൊ പിന്നെ തെളിവായി. അപ്പൊ യഥാർത്ഥത്തിൽ ഇവനെതിരെ ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഇവനെതിരെ പുറത്തു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളൊന്നും സസ്റ്റൈനബിൾ അല്ല. ഇവനൊരു ഞാൻ ചോദിക്കുന്നത് ഒരു പുരുഷൻ, പ്രത്യേകിച്ച് അവൻ വിവാഹിതനല്ല. അപ്പൊ അതുകൊണ്ട് അവന് ഒരു പെങ്കൊച്ചിനോട് ഇഷ്ടം പറയാനുള്ള അധികാരമുണ്ട്. തീർച്ചയായിട്ടും എന്നോട് വൃത്തികേട് പറയരുതേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ക്രൈം. മാത്രമല്ല ഇപ്പൊ സിറ്റുവേഷൻഷിപ്പിന്റെ ഒക്കെ കാലഘട്ടം ആർക്കാരോടും ഇവരെല്ലാം പറഞ്ഞ ട്രോമയുടെ കാര്യമാണ് പറയുന്നത്. ഈ ട്രോമ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഞാനും രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പറയുന്ന പെണ്ണുമായി ദീർഘകാലം ബന്ധത്തിലായിരിക്കുകയും ആ ബന്ധത്തിനോട് ഇയാൾ തേക്കുകയും ചെയ്താൽ ട്രോമ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ഈ അടുത്ത കാലത്ത് വേടന്റെ ഒക്കെ കേസ് പലതും അങ്ങനെ വന്നു. ഇയാൾ പലരോടും ഇങ്ങനെ പോയി അപ്രോച്ച് ചെയ്തിട്ടുണ്ടെന്ന് വരുന്നുള്ളൂ. എവിടെയാണ് ട്രോമ വരുന്നത്? പക്ഷേ സാർ അവിടെ ഒരു പ്രശ്നമില്ല. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയോടുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണല്ലോ ഈ ബന്ധത്തിൽ ഏർപ്പെടുന്നത്, ബന്ധമുണ്ടാകുന്നത്. അത് പല ആളുകളോടും ഇയാൾ ഇങ്ങനെയാണെന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ, ആ ബന്ധത്തിൽ ഇയാൾ നൈതികത ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ലല്ലോ. അല്ല, ഇങ്ങനെയുള്ള ബന്ധം പോലും ആരെങ്കിലും വരണ്ടെന്ന് എന്റെ ചോദ്യം. ഈ പറഞ്ഞ നേരിയാണ്. ഇപ്പൊ നമ്മൾ ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടു. ആ പെൺകുട്ടി ആരോടെങ്കിലും നേരിട്ട് അവര് വെളിവരണം, ആരോടെങ്കിലും ആ പെൺകുട്ടി പറയണ്ടേ ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു, അവൻ എന്നെ ചതിച്ചു. പക്ഷെ അവൾ പറഞ്ഞിട്ടില്ല. ആ ഓഡിയോയിൽ ഉൾപ്പെടെ പറയുന്നുണ്ട്, എന്റെ കൂട്ടുകാരെല്ലാം ചോദിച്ചിട്ട് പോലും ഞാൻ പേര് പറയുന്നില്ല. അപ്പൊ ഇത് ഇപ്പൊ പോലും പറയുന്നില്ല. ഞാൻ ഈ പെൺകുട്ടി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എല്ലാവരോടും സംസാരിച്ചു, മിക്കവരോടും സംസാരിച്ചു. ഞാൻ ഈ പെൺകുട്ടി അവധി എടുത്തിട്ടുണ്ടോ? ഇല്ല. അവർക്കറിയത്തില്ല. അവളുടെ ശബ്ദമാണെന്ന് പറയുന്നു, അവളുടെ ശബ്ദമാണ്. ഇതിനു മുമ്പ് ആദ്യം വന്നപ്പോഴെന്താണ് ഏഷ്യാനെറ്റ് ഒരു പെൺകുച്ചിന്റെ പേരാ കേട്ടിരുന്നത്. അപ്പം ഇതെല്ലാം അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഡയാന. അപ്പൊ അവന്റെ ഭാഗത്തുനിന്ന് കുഴപ്പമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നാളെ എന്നെ കുറിച്ചോ മനുജയെ കുറിച്ചോ ഒക്കെ വേണമെങ്കിൽ ദേഷ്യപ്പെട്ടാൽ നമ്മളോട് ദേഷ്യം ആർക്കും പറയത്തില്ലേ? അത് അംഗീകരിക്കാൻ പാടുണ്ടോ? നമ്മൾ പറയാം ഒരു ഈ ശബ്ദത്തിന്റെ ഉടമ. എന്റെ പോയിന്റ് ഇതാണ്. ഈ ശബ്ദത്തിൽ രാഹുൽ എന്തുകൊണ്ട് ആ വോയിസ് ക്ലിപ്പിനെ പൂർണ്ണമായി എതിർക്കുന്നില്ല എന്നൊരു സാഹചര്യം? അവരിന്ന് ബന്ധം ഉണ്ടായിരുന്നിരിക്കാം. ഞാൻ പറഞ്ഞ അവരിന്ന് ബന്ധം ഉണ്ടായിരിക്കും. നാളെ അതിനെ എതിർത്താൽ ഇവള് മറ്റേ ഇറിറ്റേറ്റ് ചെയ്തിട്ട് ഇവളോട് കേസ് കൊടുത്താലോ? ഞാൻ പറഞ്ഞു ഇപ്പൊ കേസില്ല, ഇപ്പൊ ഇവർ ബന്ധം ഉണ്ടായിരുന്നിരിക്കാം. ആ ബന്ധത്തിന്റെ ഉടമ ഇവൻ എതിർക്കുക അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് ഇവൾ കൊണ്ട് കേസ് കൊടുത്താൽ പിന്നെ അടുത്ത കേസായി പ്രശ്നമായില്ലേ? അപ്പൊ അതാവാൻ കാരണം. ഞാൻ പറഞ്ഞ ബന്ധം ഇല്ല എന്ന് ഞാൻ തർപ്പിച്ച് പറയുന്നില്ല. ആ വർത്തമാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ബന്ധം ഉണ്ടെന്ന് തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരാളുമായിട്ട് ബന്ധം ഉണ്ടാകുന്ന തെറ്റൊന്നുമല്ല. ഗർഭിണിയാകുമ്പോൾ ഗർഭം അലസിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നതും തെറ്റൊന്നും ആവശ്യപ്പെടാം. പക്ഷെ പൂർണ്ണമായി സ്ത്രീയുടെ ഉത്തരവാദിത്വം ആണ്. അല്ല, പക്ഷെ അവൻ പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ ഇങ്ങനെ അല്ലല്ലോ തീരുമാനിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ തീരുമാനത്തിൽ നിന്ന് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് ആവശ്യപ്പെടാം. അവൻ ആവശ്യപ്പെടാം, അതിൽ തെറ്റൊന്നുമില്ല. അവളെ നിർബന്ധിച്ചു കൊണ്ടുപോയി ഇടിച്ചും കലക്കിക്കാൻ നോക്കുക, അല്ലെങ്കിൽ കൊണ്ടുപോവുക, ബഹളം, അങ്ങനെ ഒന്നുമില്ല. ഇവൻ വളരെ നിസ്സഹായനായ ഒരു കാമുകനായിട്ടാണ് അതിനകത്ത് കയറുന്നത്. അല്ലേ? എനിക്ക് അവരോട് സിമ്പതി തോന്നി. കാരണം എന്താ വെച്ചാൽ അവനെ വളരെ പാനിക്കായിരുന്നു. സ്വാഭാവികമായും അവൻ MLA ആയിട്ടിരിക്കുന്നു. അല്ല, അവൻ MLA ഇത് പിന്നെ മുമ്പത്തെ ഇപ്പോഴത്തെ അല്ല കേട്ടോ, ഇത് ഈ വോയിസ് ഒക്കെ നേരത്തെ MLA ഒക്കെ അതിന് ശേഷമായത്. അപ്പൊ ആ സാഹചര്യത്തിൽ ഞാൻ ചോദിക്കുന്ന, അങ്ങനെ ഒരാൾ വരാത്തിടത്തോളം കാലം, ഒരു പെൺകുട്ടിയും പരാതി കൊടുക്കാത്തിടത്തോളം കാലം ഇവനെ ഇങ്ങനെ നിരന്തരം നമ്മളെല്ലാവരോടും കൂടി വേട്ടയാടുന്ന ശരിയാണ്. പക്ഷെ രാഹുൽ എടുക്കേണ്ടുന്ന ഒരു ധാർമ്മികതയില്ലേ? അതായത് അദ്ദേഹം വിവാഹിതനല്ല, അദ്ദേഹത്തിന് പ്രണയിക്കാം, ഉഭയസമ്മതപ്രകാരം ബന്ധങ്ങളിൽ ഏർപ്പെടാം, അതിനൊന്നും എതിർപ്പല്ല. അത് ആ രണ്ട് വ്യക്തികളുടെ മാത്രം പ്രൈവസി ആയിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ആസ് എ പൊളിറ്റീഷ്യൻ രാഹുൽ എടുക്കേണ്ടിയിരുന്ന ഒരു ഉത്തരവാദിത്വം, തനിക്കെതിരെ അറ്റാക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ തനിക്കെതിരെ പ്ലാൻ B, A, C ഒക്കെ നടക്കുന്നുണ്ട്, അപ്പൊ താൻ ഒരു കരുതൽ ഉണ്ടാവേണ്ടെന്നുള്ളത് വളരെ വലിയൊരു വീഴ്ചയും കൂടെ വന്നിട്ടില്ലേ? അല്ല, അയാളുടെ ഭാഗത്ത് ഒരുപാട് വീഴ്ച വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് പൂർണ്ണമായും ഇപ്പൊ നമുക്ക് ഗൂഢാലോചനയാണെന്ന് സമ്മതിച്ചാൽ തന്നെയും ആണ് വീഴ്ച ഉള്ളത് കൊണ്ടാണല്ലോ ഗൂഢാലോചന വിജയിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇപ്പം
ഇയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നു കരുതുക, ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായി, എന്നെ വിളിച്ചിട്ട് പറയുകയാണ് ഇതാ ഞാൻ ഗർഭിണിയാണ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇതങ്ങോട്ട് വരുന്നത് പറഞ്ഞ് ഞാൻ ഫോൺ വെക്കത്തുള്ളൂ. ഒരു മിനിറ്റ് അതുകൊണ്ട് ഫോൺ വെക്കത്തുള്ളൂ. അതല്ലേ ചെയ്യണ്ടേ? അതല്ലേ ചെയ്യണ്ടേ? മനസ്സിലായി. അല്ലാതെ ഇയാൾ ഇതൊക്കെ പറയുക, ഇത് അയാൾക്ക് ഞാൻ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അയാളുടെ സഹതാപം. ഞാൻ പറഞ്ഞേ, അയാൾ ബുദ്ധിമാനായ ഒരു പെൺവേട്ടക്കാരനായിരുന്നെങ്കിൽ അയാൾ ഒരിക്കലും ഈ ട്രാപ്പിൽ ചെന്ന് വീഴത്തില്ലായിരുന്നു. കൊല്ലാനാണെങ്കിൽ എനിക്കധികം സമയം വേണ്ടല്ലോ എന്നുള്ള ട്രാപ്പിൽ ചെന്ന് വീഴത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് ഞാൻ അയാളെ ക്ലീൻ ചീറ്റ് കൊടുക്കുന്നില്ല, പക്ഷെ വലിയൊരു ഗൂഢാലോചന പിന്നെ നടന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് താര ടോജോയുടെ ശത്രുത എന്താണ് ഞാൻ അന്വേഷിച്ചു. ആർക്കും കൃത്യമായി ഉത്തരവില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഷാഫിയുടെ കാലത്ത് ഈ താര ടോജോ ഒരു ബോൾഡായിട്ടുള്ള ഒരു ഓതൻറ്റിക് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞ അതിൻ്റെ വാക്കെന്നെ, അതായത് വാക്ക് എനിക്ക് കൃത്യം കിട്ടുന്നില്ല, അതായത് ഈ വനിതാ നേതാക്കളിൽ പലരും ഈ ആർക്കെങ്കിലും വിധേയപ്പെട്ട് അവരുടെ ഗുഡ് ലിസ്റ്റിൽപ്പെട്ട് പോകുന്നവരാ എന്തെങ്കിലും സ്ഥാനമാനം. പക്ഷെ കുറച്ച് പെൺകുട്ടികൾ ബോൾഡായിട്ട് ഒരു ക്യാരക്ടർ സ്വന്തമുണ്ട്, അത് നടപ്പിലാക്കും. അപ്പൊ അതിനകത്ത് എനിക്ക് എന്തെങ്കിലും റോൾ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഭംഗിയായിട്ട് ഈ റോളാണ്. അപ്പൊ ഷാഫി എന്താ ചെയ്തെന്ന്, ഷാഫി വളരെ ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരാണ്. ഷാഫി പല ഉത്തരവാദിത്തങ്ങളും പലർക്കും വിധിച്ചു കൊടുത്തിട്ട് ഷാഫി പോകുമായിരുന്നു. അപ്പൊ ഈ പെൺകുട്ടിക്ക് നല്ല റോൾ ഉണ്ടായിരുന്നു ഷാഫിയുടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത്. പദവിയില്ലെങ്കിലും ഈ താരയ്ക്ക് യൂത്ത് കോൺഗ്രസ്, ഇവന്റെ ക്യാരക്ടർ അങ്ങനല്ല. ഇവൻ ഓരോ കംപ്ലീറ്റ് ഇവന്റെ കൺട്രോളിലായിരുന്നു. അപ്പൊ മറ്റുള്ളവർക്ക്, അപ്പം ഞാൻ മനസ്സിലാക്കിയനുസരിച്ച് യൂത്ത് കോൺഗ്രസിന്റെ താരയ്ക്ക് ഷാഫിയുടെ കാലത്തുണ്ടായിരുന്ന ഒരു പ്രാധാന്യമോ അംഗീകാരമോ കിട്ടിയില്ല. താര ഒരു യൂത്ത് കോൺഗ്രസിന്റെ കിട്ടിയില്ല. യൂത്ത് കോൺഗ്രസിൻ്റെതായ രീതിയിൽ ഒരു സൈബർ ഗ്രൂപ്പ് ഉണ്ടാക്കണമെന്ന് താരയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് സാധിച്ചില്ല. അപ്പൊ അതൊരു ഒരു പ്രശ്നമായിരുന്നു. അപ്പൊ ആ ഒരു പ്രശ്നത്തിൽ താര ഇങ്ങനെ പലരോടും പറഞ്ഞു വരുന്ന ഈ ഒരു നുണ പലതവണ പറഞ്ഞ രീതിയിൽ എല്ലാവരും അങ്ങ് വിശ്വസിച്ചു. പക്ഷെ ഇത് വിഷയമായി വഷളായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരൊക്കെ താരയെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും താരയുടെ തെളിവൊന്നുമില്ല, താരയുടെ ചാറ്റില്ല, വലിയൊരു കുറിപ്പൊക്കെ എഴുതി, പക്ഷെ ഒരു തെളിവുമില്ല. ഞാൻ പറഞ്ഞ ഒരു തെളിവുമില്ല. അപ്പൊ താര ഒരു ഫൈറ്റിലങ്ങ് നിൽക്കുന്നില്ല, താരയുടെ ഒരു എവിഡൻസ് ഇല്ല, താരയോട് മോശമായിട്ട് സംസാരിച്ചിട്ടില്ല, മോശമായി സംസാരിച്ച ഒരു വ്യക്തിയെ താരയ്ക്ക് ചൂണ്ടിക്കാട്ടാനില്ല, അല്ലെങ്കിൽ ഈ താര പറയുന്ന ഒരു വ്യക്തിയോട് മോശമായി സംസാരിച്ചതിന് എവിഡൻസ് ഇല്ല. അപ്പൊ ഇതൊരു ക്യാമ്പയിന്റെ ഭാഗമായി സംഭവിച്ചാണ്. CPM ഉൾപ്പെട്ട ഈ താരേനെ ഒരുപക്ഷെ താര ആരെങ്കിലുമൊക്കെ പറഞ്ഞ് വിശ്വസിച്ച് ശരിയാണെന്ന് തോന്നിയാവാം, അല്ലാതെ മനഃപൂർവ്വം തകർക്കാൻ വേണ്ടി മനസ്സിലാകാൻ ഇഷ്ടം കൊണ്ടുള്ളപ്പോൾ ചെയ്തതാവാം. ഇതിലേക്ക് എല്ലാവരും അങ്ങ് വീണുപോയി. അതിനപ്പുറത്തേക്ക് ഇവന്റെ ഭാഗത്തുണ്ട് ആ ചകല വീഴ്ചയാണ് ഇവന് പ്രതിരോധിക്കാൻ പറ്റുന്നില്ല. ആ ശബ്ദരേഖ എൻ്റെ അല്ല എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ. പക്ഷെ അവനത് പറ്റുന്നില്ല. പിന്നെ ഞാൻ ഇതിനകത്ത് കാണുന്ന ഒരു കാര്യം, ഇതിങ്ങനെ ഒരു വലിയ സാറിനോട് ചോദ്യം, സാറിന്റെ ഇപ്പോൾ ഉള്ള അഭിപ്രായ രൂപീകരണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും നേതൃത്വ പദവിയിലേക്ക് വരാൻ യോഗ്യതനായ ആ തരത്തിൽ തന്നെ മോൾഡ് ചെയ്യപ്പെടാൻ ഉള്ള ഒരു അർഹതയുള്ള ഒരാളെന്ന രീതിയിലേക്കാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ് ഞാൻ കണ്ടത്, ഇപ്പൊ ഞാൻ വാസ്തവത്തിൽ രാഹുലിന്റെ മാനേജർ പറഞ്ഞ മാതിരി രാഹുലിന്റെ തകർച്ചയിൽ കടുത്ത നിരാശയുള്ള ഞാൻ വളരെ വിഷമത്തോടു കൂടിയാണ്. പക്ഷെ എനിക്ക് ആ ഒരു നിരാശ മാറിയത് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, പിണറായി വിജയൻ ചാടി ഇറങ്ങിയത് ഒന്നാണ്. പിണറായി വിജയൻ്റെ ചാടി ഇറങ്ങി കേസ് രജിസ്റ്റർ ചെയ്തു, അതോടെ അവൻ രക്ഷപ്പെട്ടു. ഇതത് പിണറായി വിജയൻ കൈയും കെട്ടി നിന്നായിരുന്നെങ്കിൽ എക്കാലത്ത് വിഷയമുണ്ട്. ഇനിയിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു, കേസ് അന്വേഷിക്കുമ്പോൾ ഇതിൻ്റെ സംഭവിച്ച കാര്യങ്ങൾ സംഭവിച്ചോ ഇല്ലയോ എന്ന് പോലീസ് കണ്ടെത്താൻ ബാധ്യസ്ഥരാണ്. അപ്പൊ എങ്ങനെയാണ് സോളാർ കേസിൽ നിന്നും ഇവരെല്ലാം കുറ്റവിമുക്തരായത്? പിണറായി വിജയൻ കേസ് അന്വേഷിക്കുന്നു, പരാജയപ്പെടുന്നു, CBI ഏൽപ്പിക്കുന്നു, CBI നിരപരാധികളെന്ന് കാണുന്നു. അതുകൊണ്ട് ഇപ്പൊ KC വേണുഗോപാലിനെതിരെ പോലും പറയാൻ പറ്റത്തില്ല. ഇത് തന്നെ ഇവിടെ സംഭവിക്കുകയാണ്. അതിപ്പോൾ പോലീസ് കേസ് അന്വേഷിച്ചു. പോലീസിന് ഒരിക്കലും ഒരാളുടെ മേലെ FIR ഇടാം. ഇപ്പൊ എൻ്റെ പേരിൽ 127 കേസുണ്ട്. ഈ 127 കേസ് ഇടാനും വേണമെങ്കിൽ ഈ FIR ഇടുമ്പോൾ തന്നെ പിടിച്ച് അകത്തിടാനും പറ്റും. പക്ഷെ എൻ്റെ പേരിൽ ഇല്ലാത്ത ഒരു ചാർജ് പോലീസിന് കൊണ്ടു കൊടുക്കാൻ പറ്റത്തില്ല. കൊണ്ടു കൊടുത്ത കോടതി അത് വലിച്ചു കയറുകയും അവനെ ചീത്ത വിളിക്കും. ആ മേളിരിക്കുന്ന ഓഫീസർ ഇവനോട് വിരോധമുള്ളതാണ്, ഇവന് PR ഇടും. ഇത് മാത്രമല്ല, എൻ്റെ പേരിൽ ഇല്ലാത്തൊരു ചാർജ് ഇട്ടിട്ട് ഇല്ലാത്തൊരു കള്ളാരോടെ ഞാൻ പുറകെ പോകും. തീർച്ചയായിട്ടും. അപ്പൊ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തതോടെ രാഹുൽ രക്ഷപ്പെട്ടു. എനിക്കിതിനകത്ത് പോസിറ്റീവായിട്ട് തോന്നിയ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് കേസെടുത്തു എന്നുള്ളതാണ്. കേസെടുക്കുമ്പോൾ ഇവരാരെയെങ്കിലും ഒക്കെ കണ്ടുപിടിച്ച് സംസാരിച്ച് കേസ് അന്വേഷിച്ച് ഫയൽ ചെയ്യണം. തീർച്ചയായിട്ടും. രാഹുൽ നിരപരാധിയാണ് എന്ന് മാത്രമേ ഇവർക്ക് എത്താൻ പറ്റത്തുള്ളൂ. കാരണം എവിടെ ക്രൈമിൽ ഇവർക്ക് അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ.
രാഹുൽ ഒരു പെണ്ണുമായിട്ട് സമ്മതപ്രകാരം ബന്ധമുണ്ട് എന്ന് കരുതുക, ഇത് കണ്ടെത്തിയെന്ന് കരുതുക. ആ പെണ്ണിന് പരാതിയിലെത്രത്തോളം കാലം ഇവർക്ക് റിപ്പോർട്ട് എഴുതാൻ പറ്റത്തില്ല, ഞങ്ങൾ ആ പെണ്ണിനെ കണ്ടെത്തി, അവർ തമ്മിൽ സമ്മതപ്രകാരം ബന്ധമാണ്, പറ്റത്തില്ല. കാരണം അവരുടെ സ്വകാര്യതയാണ്. അപ്പം അതുകൊണ്ടാണല്ലോ മറ്റേ ഒരു മിനിറ്റ്, നമ്മുടെ സിനിമാ താരങ്ങളുടെ മറ്റേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഇതെല്ലാം തള്ളിപ്പോകുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പരാതിയില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും കൂടെ പറയാൻ പറ്റും. ഈ പറച്ചിലുകാരൊക്കെ കേട്ട് കേൾവിക്കാരാണ്. ഇപ്പം ഞാൻ പറഞ്ഞ രാഹുലിൻ്റെ, എനിക്ക് അവനോടിപ്പം ഞാൻ അതുകൊണ്ടാണ് ഇപ്പം ഇത്ര സ്ട്രോങ് ആയിട്ട് പറയുന്നത്. അതുകൊണ്ട് ഈ കേസ് അന്വേഷണം അവന് സഹായം ചെയ്യും. ഈ കേസ് അന്വേഷണം എന്തെങ്കിലും തീർക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇതിൽ അവനെ കുറ്റവിമുക്തനാക്കി മാത്രം റിപ്പോർട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവന് തിരിച്ചു വരാം. കേസ് ഇല്ലായിരുന്നെങ്കിലോ എക്കാലത്തും ആരോപിതം നീക്കാൻ. പക്ഷെ എനിക്കിത് വളരെ സങ്കടം തോന്നിയൊരു കാര്യം, നമ്മൾ അവൻ്റെ ആംഗിളോട് നോക്കണം. ഒരു പരാതി ഇല്ലാത്തതുകൊണ്ട് അവനെ ഇപ്പം ഞാൻ പറഞ്ഞ വേടനടക്കമുള്ള ഒരു കാര്യം എനിക്കൊരു സഹതാപവും ഇല്ല. പക്ഷേ ഈ പരാതി ഇല്ലാതിരിക്കവേ ഈ ചെറുക്കൻ്റെ അവസ്ഥ ആലോചിക്കുക. സ്വന്തം അവൻ ആരാണ്? ഓരോ ദിവസവും തിരക്ക് കാരണം ജീവിക്കുന്നൊരു മനുഷ്യനാണ് അല്ലേ? അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടി കേരളം മുഴുവൻ നടക്കണം, MLA എന്തെങ്കിലും നടക്കണം, ഇങ്ങനെ തിരക്ക് പിടിച്ച മനുഷ്യൻ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച 1.5 ആഴ്ച വീട്ടിലിരിക്കുക. അവന് നിയമസഭ വരാൻ പറ്റത്തില്ല, പ്രതിഷേധം ഉണ്ടാകും, അവന് പ്രശ്നമുണ്ട്, അവൻ്റെ മണ്ഡലത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. അവൻ ഒരുപാട്. രാഹുലിനോട് ഞാൻ ഒരു ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, രാഹുലിന്റെ ഒരു ഫോളോവർ എന്നതിൽ എന്താണ് രാഹുലിന്റെ ഇനി ഒരു സ്റ്റെപ്പ് എടുക്കാൻ പോകുന്നത്? രാഹുൽ ഒന്നും അറിയത്തില്ല. കാരണം രാഹുൽ നേരിടുന്ന പ്രശ്നം വെച്ചാൽ മാനസികമായി അസാധാരണ തകർന്നിരിക്കുകയാണ്. ഞാൻ രാഹുലിനോട് പറഞ്ഞിട്ടില്ല, എന്നോട് രാഹുലിന് വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞ ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിച്ചെന്നാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ എന്ത് സംഭവിക്കുന്ന രാഹുൽ അറിയത്തില്ല. ഇന്നലെ വരെ സൂപ്പർ സ്റ്റാർ എന്ന മനുഷ്യൻ ഇങ്ങനെ പെട്ടെന്ന് വീഴുമ്പോൾ ഇനി എന്തേന്ന് ചിന്തയുണ്ട്. അപ്പൊ രാഹുലിനെ സ്വന്തം മണ്ഡലത്തിൽ ചെല്ലാൻ പറ്റത്തില്ല, സ്വന്തം നാട്ടുകാരുടെ ചെല്ലാൻ പറ്റത്തില്ല, പ്രൊട്ടക്ഷൻ തരാൻ കോൺഗ്രസ്സുകാരില്ല, CPM-കാര് ബഹളം വെക്കാറുണ്ട്, BJP-കാർ ബഹളം വെക്കാറുണ്ട്. BJP സ്ട്രോങ് ആണ്. രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി ഇത്തരത്തിൽ വല്ലാത്തൊരു ആ ഒറ്റപ്പെട്ട മുറിയുടെ വെളിയിലേക്ക് ഇറങ്ങുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത്. വിളിക്കുന്നതിൽ ആരും ഒന്നും വിളിക്കുന്ന പോലും ഇല്ല. അവന്റെ ആ ലോക്കലിലുള്ള കുറെ കൂട്ടുകാരുണ്ട്, ഫിന്നി എന്നൊക്കെ പറഞ്ഞ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അവന്മാര് മാത്രമേ ഉള്ളൂ. ഷാഫിക്കും പേടിയല്ലേ, ഷാഫിയുടെ പിന്തുണയുണ്ട്. ഇതിനകത്ത് ആകപ്പാടെ അവന് പുറത്ത് ശക്തമായ പിന്തുണയുള്ളത് ഷാഫി മാത്രമാണ്, വേറെ ആരുമില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അന്വേഷണം അനുഭാഗ്യമായി അന്വേഷണത്തിൽ ഇത് ക്ലീൻ ചിറ്റ് ആയി കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ ഇതിനേക്കാൾ വലിയ ആരോപണമില്ലായിരുന്നോ KC വേണുഗോപാലിനും അടൂർ പ്രകാശിനും ഉമ്മൻചാണ്ടിക്കും ഒക്കെ അവർ വലിയ രക്തസാക്ഷികളായില്ലേ? തീർച്ചയായിട്ടും. അപ്പം ഈ ഒരു സ്റ്റാർ ആവുകയും ചെയ്തു. മാത്രമല്ല അവൻ ഇച്ചിരി കയ്യിലിരിപ്പ് ഈ ഫ്ലർട്ടിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് നിർത്തിക്കൊള്ളുമല്ലോ, നന്നാവാനായിട്ടുള്ള കരുതൽ. അതെ. അവിടെ എൻ്റെ പ്രതീക്ഷ മുഴുവൻ ഇവർ ആളുകൾ പറയുന്ന മാതിരി പൂർണ്ണമായിട്ടും അങ്ങ് എഴുത്തേണ്ട കാര്യമൊന്നുമില്ല. അവൻ ഇതിനെ അതിജീവിച്ച് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ പിണറായി വിജയൻ സഹായിച്ച്, ദൈവം സഹായിച്ചെന്ന് പറഞ്ഞ മാതിരി പിണറായി വിജയൻ സഹായിച്ച് അവന് തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ കഴിയുന്നതാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, വലിയൊരു ഗൂഢാലോചന ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഈ ഗർഭം പോലും ഉടമസ്ഥരില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വിചിത്രം. ആരുമില്ല, പരാതിക്കാരും പരാതിയുമില്ല, ആരുമില്ല. ഇതൊക്കെ ഉണ്ടായിരുന്ന ജീവനോടുള്ള ആളുകളാണെന്ന് അറിയത്തില്ല. ആരും ഇന്ന് വരെ എന്നെ പീഡിപ്പിച്ചത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വന്നിരിക്കുന്നത് റിനിയാണ് ആദ്യം വന്നത്. റിനിയെ പീഡിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഹണി ഭാസ്കരനാണ്. ഹണി ഭാസ്കരനെ പീഡിപ്പിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അവന്തികയാണ്. അവന്തിക മാത്രം പറഞ്ഞത് പൊളിഞ്ഞു. പിന്നെ ആരാണ്? ഒരു വ്യക്തിയെ നമ്മൾ വിചാരണ ചെയ്യുകയാണ് കുഴപ്പക്കാരെന്ന് കരുതി. പലരും ചോദിക്കും എനിക്കെന്താ ഇത്ര മാത്രം തന്നെ. സത്യമായിട്ട് ഞാൻ പറയാമല്ലോ, MLA അനുശേഷം അയാൾക്ക് അഹങ്കാരം കൂടിയായിരുന്നു. ഞാനത് പറയാം, അഹങ്കാരം കൂടിയായിരുന്നു. ഞാനാണെങ്കിൽ അവരൊരു പണി കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഇത്രയും വലിയ പണി കിട്ടുന്നത് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അത് അഹങ്കാരം കൂടിയതുകൊണ്ട് അഹങ്കാരം ഇച്ചിരി താക്കാൻ ഒരു ചെറിയ പണി കിട്ടണം ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ ഇത്രയും വലിയ പണി. കാരണം ആ പയ്യൻ അങ്ങനെ ആയിരുന്നു, അവൻ നന്നായി. ചാണ്ടിയുമ്മൻ അവൻ നന്നായി. അപ്പൊ ഇവന് നന്നാവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഷോക്ക് കിട്ടണം ആഗ്രഹം. പക്ഷെ ഇതൊരു ഷോക്കല്ലായിരുന്നു, ഇതൊരു അടിച്ച താഴെ വീഴ്ത്തിലായി പോയത്. പക്ഷേ രാഹുലിന് പൊട്ടൻഷ്യൽ ഉണ്ട്, വരും. അപ്പൊ അവരത് അതിജീവിക്കുമെന്ന് എൻ്റെ വിശ്വാസം. ഞാൻ ഇത് കാലം വ്യക്തമാക്കും ഇതിവനെ വേട്ടയാടിയതാണ്. ഇവന് ഇച്ചിരി ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവൻ ശരിയായി വരും. ചേർന്നതാണ് കേരള രാഷ്ട്രീയം എന്നൊരു തിരിച്ചറിവ് ഉണ്ടാവും. പിന്നെ അടിസ്ഥാനപരമായി കേരള ജനതയ്ക്ക് പെണ്ണ് കേസ് എന്ന് പറയുന്ന അത്ര വലിയ വിഷയമല്ല. നമ്മൾ എത്രയോ കേട്ടിരിക്കുന്നു. അല്ല, കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പെൺവേട്ടക്കാരൻ KB ഗണേഷ് കുമാറാണ്. എന്നോട് ഒരു സിനിമയിലെ ഒരു പ്രമുഖൻ പറഞ്ഞത്, ഈ മോഹൻലാലിനെ കുറിച്ചാണ് എല്ലാവരും പറയുന്നത്, മോഹൻലാലൊക്കെ ഗണേശന് മുമ്പ് ശിശുവാന്നാണ് പറഞ്ഞത്. എന്നോട് പറഞ്ഞതാണ്. ഏത് പാർട്ടിയിൽ നിന്നാലും അയാൾ അവിടെ 26 വോട്ട് ജയിക്കും. നാട്ടുകാർക്ക് അറിയാത്തതുകൊണ്ടാണോ?
അങ്ങനെ പി കെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ എന്താ കേട്ടിരുന്നത്? തീർച്ചയായിട്ടും. അതെല്ലാം വാസ്തവല്ലേ, അന്വേഷിച്ച് തെളിവ് വന്നതല്ലേ. എന്നിട്ട് കുഞ്ഞാലിക്കുട്ടിക്ക് ക്ഷീണം പറ്റുമോ? അതുകൊണ്ട് അടിസ്ഥാനപരമായി ഇപ്പോൾ CPM ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പെൺവിഷയം വേണം. പിണറായി ഇപ്പോൾ വൈകി ഇറങ്ങാൻ കാര്യം അതാ. കാരണം സതീശൻ്റെ അവസാനത്തെ ഇടപെടലോടുകൂടി ഇത് ഏതാണ് തീർന്ന പോലായി. അങ്ങനെ തീർക്കാൻ ആഗ്രഹിക്കുന്നതിന് അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അതിനാണ് പിണറായി രംഗത്തിറങ്ങി. പക്ഷേ ഇത് നടക്കില്ല. ഞാൻ കരുതുന്നത് ഈ ഒരു ഭരണവിരുദ്ധ വികാരം കൂടെ മാറും ഞാൻ ഇത് ആളുകൾക്ക് ഒരു നേരം പോക്കുന്നേ ഉള്ളൂ. ഇത് രസമല്ലേ? ഒരു പെണ്ണ് കേസ് കേൾക്കുമ്പോൾ ആളുകളുടെ ഈ എന്താ പറയുന്ന ഈ വളരെ ഈ ദുർബലമായ വികാരങ്ങളെ അവർ ഉണരുന്നു. അതങ്ങ് അനുവദിച്ച് കഴിയുന്നു. അതിനപ്പുറത്തേക്ക് ഒരു ഗൗരവം കൊടുക്കും. ഇത് വലിയ അഴിമതിയും തട്ടിപ്പും കൊലപാതകവും ക്രൂരതയൊക്കെ കണ്ടിട്ട് വല്ല കുഴപ്പമുണ്ടോ? അപ്പം അതുകൊണ്ട് ഈ പിണറായി വിജയന്റെ സഹായത്താൽ ഈ പയ്യൻ രക്ഷപ്പെട്ടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.